നമസ്കാരം. പ്രപഞ്ചത്തിലെ ഏറ്റവും വിസ്മയകരമായ ഇടങ്ങളിൽ ഒന്നാണ് ശനിയുടെ ഏറ്റവും വലിയ ചന്ദ്രനായ ടൈറ്റൻ. ഭൂമിയെപ്പോലെ കട്ടിയുള്ള അന്തരീക്ഷവും ഉപരിതലത്തിൽ ഒഴുകുന്ന നദികളും കടലുകളും മഴയുമുള്ള സൗരയൂഥത്തിലെ ഏക ആകാശഗോളമാണ് ടൈറ്റൻ. എന്നാൽ ഭൂമിയിലെ ജലത്തിന് പകരം ടൈറ്റനിൽ ഒഴുകുന്നത് മീഥൈൻ, ഈഥൈൻ തുടങ്ങിയ ഹൈഡ്രോ കാർബണുകളാണ്. ഭൂമിയിൽ നിന്ന് ശതകോടിക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ വിചിത്ര ലോകത്തെക്കുറിച്ച് പഠിക്കുവാൻ ശാസ്ത്രജ്ഞർ ഇപ്പോൾ കൂട്ടുപിടിക്കുന്നത് നമ്മുടെ സ്വന്തം ഭൂമിയെയാണ്. ഭൂമിയിലെ ചില പ്രത്യേക ഭൂപ്രകൃതികൾക്ക് ടൈറ്റനിലെ സാഹചര്യങ്ങളുമായി വലിയ സമയമുള്ളതിനാൽ ഈ അനലോഗ് പഠനങ്ങളിലൂടെ ടൈറ്റനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പുതിയ ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നു. ടൈറ്റനിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഭൂമിയിലെ ജലചക്രവും തമ്മിൽ അതിശയിപ്പിക്കുന്ന സാമ്യതയുണ്ട്. ഭൂമിയിൽ സൂര്യതാപത്താൽ ജലം നീരാവിയായി ഉയർന്ന് മേഘങ്ങളായി മാറി മഴ പെയ്യുന്നത് പോലെ ടൈറ്റനിൽ മീഥേനാണ് മഴയായി പെയ്യുന്നത്. ഈ മഴ ടൈറ്റന്റെ ഉപരിതലത്തിൽ വലിയ നദികളും തടാകങ്ങളും സൃഷ്ടിക്കുന്നു. പാറകൾക്ക് പകരം മഞ്ഞുകട്ടകൾ നിറഞ്ഞ ടൈറ്റനിലെ ഉപരിതലത്തിൽ ഹൈഡ്രോ കാർബണുകൾ ഒഴുകുമ്പോഴുണ്ടാകുന്ന ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ പഠിക്കുവാൻ ഭൂമിയിലെ ചില പ്രദേശങ്ങൾ സഹായകമാണ്. ഉദാഹരണത്തിന്, ഭൂമിയിൽ വെള്ളം പാറകളെ കാർന്നു തിന്ന് ഗുഹകളും താഴ്വരകളും സൃഷ്ടിക്കുന്നത് പോലെയാണ് ടൈറ്റനിൽ മീഥേൻ ഉപരിതലത്തെ രൂപപ്പെടുത്തുന്നത്. ഇത്തരം മാറ്റങ്ങൾ ഭൂമിയിൽ എവിടെയെല്ലാം സംഭവിക്കുന്നു എന്ന് കണ്ടെത്തി അവിടെ പരീക്ഷണങ്ങൾ നടത്തുന്നത് ടൈറ്റനിലേക്കുള്ള ഭാവി ദൗത്യങ്ങൾക്ക് കടുത്തേകും. നാസയുടെ വരാനിരിക്കുന്ന ഡ്രാഗൺ ഫ്ലൈ എന്ന ദൗത്യം ടൈറ്റനിലെ ജീവന്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കാനുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. 2036 ടൈറ്റനിൽ ഇറങ്ങാൻ ലക്ഷ്യമിടുന്ന ഈ റോട്ടർ ക്രാഫ്റ്റ് അവിടുത്തെ രാസഘടനയും ജീവന്റെ പ്രാഥമിക ഘടകങ്ങളും പരിശോധിക്കും. ടൈറ്റനിലെ സെൽക്ക് എന്ന വമ്പൻ ഗർത്തത്തിലാണ് ഡ്രാഗൺ ഫ്ലൈ ലാൻഡ് ചെയ്യുക. ഈ പ്രദേശത്ത് പണ്ട് മഞ്ഞുകട്ടകൾ ഉരുകി ദ്രാവകാവസ്ഥയിലുള്ള ജലവും ഉപരിതലത്തിലെ ഓർഗാനിക് സംയുക്തങ്ങളും തമ്മിൽ കലർന്നിട്ടുണ്ടാകാം എന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. ഇത് ജീവന്റെ ഉത്ഭവത്തിന് കാരണമായേക്കാവുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരമൊരു പരിസ്ഥിതി ഭൂമിയിൽ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടെത്തി അവിടെ ഡ്രാഗൺ ഫ്ലൈയിലെ ഉപകരണങ്ങൾ മുൻകൂട്ടി പരീക്ഷിക്കുന്നത് ദൗത്യത്തിന്റെ വിജയം ഉറപ്പാക്കാൻ സഹായിക്കും. ബഹിരാകാശ പരീക്ഷണത്തിൽ ഫീൽഡ് അനലോഗ് റിസർച്ച് എന്ന ഈ രീതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് മറ്റൊരു ഗ്രഹത്തിലേക്ക് പേടകങ്ങൾ അയക്കുന്നതിന് മുൻപ് അവയുടെ പ്രവർത്തനക്ഷമതയും കൃത്യതയും ഭൂമിയിലെ കഠിനമായ സാഹചര്യങ്ങളിൽ പരീക്ഷിച്ച് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ടൈറ്റനോട് തണുത്തുറഞ്ഞ ലോകമാണെങ്കിലും അവിടുത്തെ പല പ്രക്രിയകളും ഭൂമിയിലെ പ്രതിഭാസങ്ങളുടെ മറ്റൊരു പതിപ്പാണ്. ഭൂമിയിലെ നമ്മുടെ കാൽച്ചുവട്ടിലുള്ള മണ്ണിലും നദികളിലും ടൈറ്റന്റെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന കണ്ടെത്തൽ ശാസ്ത്രലോകത്തെ ആവേശം കൊള്ളിക്കുന്നു. പ്രപഞ്ചത്തിന്റെ അകലങ്ങളിലുള്ള വിസ്മയങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ നമ്മുടെ സ്വന്തം വീടായ ഭൂമിയെ ഒരു വലിയ ലബോറട്ടറിയായി മാറ്റുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്വമൈ TV.